Welcome to Garam Masala, the magic spices of cooking. ഉണ്ണിമധുരം. ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്കായ ഉണ്ണിമധുരം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നേന്ത്രപ്പഴവും ബ്രെഡും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 3 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഇതിനെ നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കണം. അടുത്തതായി 6 ബ്രെഡ് സ്ലൈസസ് ആണ് വേണ്ടത്. നമുക്ക് ആദ്യം ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഓരോ ബ്രെഡായി നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കണം. ഇതിനെ നമുക്കൊരു ബ്ലെൻഡറിലോട്ട് എടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിനെ നേന്ത്രപ്പഴത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 ബ്രെഡ് ഒഴികെ ബാക്കി എല്ലാ ബ്രെഡ് കൊണ്ടും ക്രംസ് തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവ ചേർത്ത് കൊടുക്കണം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കാഷ്യൂനട്ട്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നേന്ത്രപ്പഴത്തിന് പകരമായി ചെറുപഴവും ഉപയോഗിക്കാവുന്നതാണ്. ചെറുപഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലോട്ട് കുറഞ്ഞത് 5 മുതൽ 8 പഴമെങ്കിലും ഉപയോഗിക്കണം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം. നമ്മുടെ ഡോ നല്ല ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തതാണ്. ഇതുപോലെ നമുക്ക് അടുത്ത ബോൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള ഡോ ഉപയോഗിച്ചുകൂടെ നമുക്ക് ഇതുപോലെ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിമധുരം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഉണ്ണിമധുരത്തിന് ഓരോന്നായി എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായൊന്ന് ഉരുട്ടിയതിന് ശേഷം വേണം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. ട്രഡീഷണൽ ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉണ്ണിമധുരം തയ്യാറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഉണ്ണിമധുരം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടുചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.